തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് SDRF തുകയ്ക്ക് പുറമെ 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. സ്ഫോടനത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണവും മന്ത്രിസഭായോഗം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്. സ്ഫോടനം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രനായിരിക്കും ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ എന്നുകൂടി നിശ്ചയിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകാനാണ് സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും ചേർത്താണ് നൽകുന്നത്. പരിക്കേറ്റവർക്ക് SDRF പ്രകാരമുള്ള തുകയും അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയുമാണ് അടിയന്തര ധനസഹായമായി നൽകുക. പരിക്കേറ്റവരുടെ 6 മാസത്തേക്കുള്ള ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇതിനാവശ്യമായ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ CMDRFൽ നിന്ന് അനുവദിക്കാനാണ് തീരുമാനം. ഇതിനു പുറമെ SDRFൽ നിന്ന് അനുവദനീയമായ തുകയും ചികിത്സാ ധനസഹായമായി നൽകും. 6 മാസത്തിലധികമായി ചികിത്സ വേണ്ടിവന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് CMDRFൽ നിന്ന് അനുവദിക്കും. തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും വേണ്ടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ മതിൽ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അവ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിന് ചെലവാകുന്ന തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ SDRFൽ നിന്ന് അനുവദിക്കാനും തീരുമാനിച്ചു. സ്ഫോടനം കാരണം സമീപ വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിച്ച് SDRFൽ നിന്ന് തുക ലഭ്യമാക്കാൻ ജില്ലാ കളക്ടറെയും മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം, തൃശൂർ.